ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂലൈ 17-ാം തീയതി ശനിയാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ നാളത്തെ റേഷൻ വിതരണവുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നാളെ ലോക്ക്ഡൌൺ തന്നെയാണ്. നാളെ ഒരു സ്ഥാപനങ്ങൾക്കും തുറക്കാനാവില്ല. നാളെ വാരാന്ത്യ ലോക്ക്ഡൌൺ ആണ്. പക്ഷേ ഞായറാഴ്ച വാരാന്ത്യ ലോക്ക്ഡൌൺ ഇല്ല. ഇതൊക്കെ സംബന്ധിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, നമ്മുടെ സംസ്ഥാനത്ത് ബലിപെരുന്നാൾ പ്രമാണിച്ച് 3 ദിവസം പൂർണ്ണ ഇളവുകളാണ് നൽകിയിരിക്കുന്നത്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ പൂർണ്ണ ഇളവുകളാണ്. കൂടുതൽ സ്ഥാപനങ്ങൾക്ക് തുറക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. ശനിയാഴ്ച ലോക്ക്ഡൌൺ തന്നെ ആയിരിക്കും. 18, 19, 20 തീയതികളിൽ, അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വ്യാപാരികളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു തീരുമാനം ഉണ്ടായത്. വ്യാപാരികൾ സമരത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയൊരു സമരത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം വ്യാപാരികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാപാരികളുടെ പ്രശ്നങ്ങളെല്ലാം ഉടൻ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ വരും ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഡി സോണിൽ പെടുന്ന സ്ഥലങ്ങളിൽ നിലവിൽ ഇളവുകളില്ല. സംസ്ഥാനത്ത് 205 തദ്ദേശ സ്ഥാപനങ്ങൾ ഡി സോണിലാണ്. അത്തരം സ്ഥലങ്ങളിൽ ഇളവില്ല. അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തന്നെ ആയിരിക്കും. എല്ലാ ദിവസങ്ങളിലും ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയിരിക്കും. അവിടെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമായിരിക്കും തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും സി സോൺ, എ, ബി, സി സോൺ വരെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി 15 താഴെ വരെയുള്ള സ്ഥലങ്ങളിൽ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ പൂർണ്ണ ഇളവായിരിക്കും. രാത്രി 8 മണി വരെ എല്ലാ സ്ഥാപനങ്ങൾക്കും തുറന്ന് പ്രവർത്തിക്കാം. നിലവിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് നിലവിൽ പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട്. അതായത് പഴം, പാൽ, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾക്ക് അനുമതിയുണ്ട്. ആ ഒരു കൂട്ടത്തിലേക്കാണ് തുണിക്കടകൾ, ചെരുപ്പ് കടകൾ, ഫാൻസി ഷോപ്പുകൾ, ഇലക്ട്രോണിക് ഷോപ്പുകൾ, സ്റ്റേഷനറി കടകൾ, ഇത്തരത്തിലുള്ള കടകൾക്കൊക്കെയാണ് പുതിയ ഇളവുകൾ ലഭിച്ചിരിക്കുന്നത്. അത്തരം കടകൾക്ക് കൂടി തുറക്കാനുള്ള അനുമതിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത്. ഇനി നാളത്തെ റേഷൻ വിതരണത്തിലേക്ക് വന്നാൽ, നമ്മുടെ സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസം പകുതി കഴിഞ്ഞു. നാളെ കഴിഞ്ഞാൽ ഞായറാഴ്ച റേഷൻ കട ഉണ്ടാകുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവിഹിതങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഉടൻ പോയി വാങ്ങണം എന്ന് ഉറപ്പിക്കുന്നു. നീല, വെള്ള റേഷൻ കാർഡുകാർക്കുള്ള ജൂലൈ മാസത്തെ സ്പെഷ്യൽ അരിയുടെ വിതരണം ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും ഇപ്പോൾ ഈ വിതരണം നടക്കുന്നുണ്ട്. വരുന്ന 3 മാസത്തേക്കുള്ള മണ്ണെണ്ണയുടെ വിതരണത്തിന് ഈ പോസ്റ്റ് മെഷീനിൽ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും മണ്ണെണ്ണ റേഷൻ കടകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഈ മാസം കിട്ടിക്കൊള്ളണമെന്നില്ല. എങ്കിലും ഇപ്പോൾ റേഷൻ കടയിൽ ഏതെങ്കിലും റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വരുന്ന 3 മാസത്തേക്ക്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിലെ മണ്ണെണ്ണയാണ് അത് ഉള്ളത്. നീല, വെള്ള റേഷൻ കാർഡിന് 1/2 ലിറ്റർ മണ്ണെണ്ണയാണ് ഉണ്ടാകുക. പിങ്ക് റേഷൻ കാർഡിന് 1 ലിറ്ററും അതുപോലെ തന്നെ വൈദ്യുതീകരിക്കാത്ത വീടുകൾ ഉള്ളവർക്ക് 8 ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക. 45 രൂപയാണ് മണ്ണെണ്ണയുടെ വില ഉണ്ടാകുക. മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാര, ആട്ട, ഗോതമ്പ്, അരി ഇവയെല്ലാം റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലുള്ള അരികളെല്ലാം സ്റ്റോക്ക് ഉണ്ട്. വിവിധ അരികളുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ റേഷൻ കാർഡിനും തുല്യമായിട്ടുള്ള അളവുകളുള്ള അരി ഉണ്ടാകും. താലൂക്ക് വ്യത്യാസത്തിനനുസരിച്ച് പച്ചയരി, മട്ടയരി, അതുപോലെ തന്നെ പുഴുങ്ങലരി ഇവയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു വിതരണം സജീവമായിട്ട് നടക്കുകയാണ്. നീല റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണം മാത്രം തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ മാസം ജൂൺ മാസത്തിൽ വിതരണം ചെയ്യാൻ ബാക്കിയുള്ള സ്പെഷ്യൽ അരിയുടെ വിതരണവും അതുപോലെ തന്നെ ജൂൺ മാസത്തെ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണവും ഇപ്പോൾ ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അതാണ് റേഷൻ വിതരണത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നാളെ ലോക്ക്ഡൌൺ തന്നെയാണ്. നാളെ റേഷൻ കട പ്രവർത്തിക്കുന്നതാണ്. ഒരു 8:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 3:30 മുതൽ 6:30 വരെയും റേഷൻ കട പ്രവർത്തിക്കും. ബാക്കിയുള്ള സ്ഥാപനങ്ങൾക്കൊന്നും നാളെ ഇളവില്ല. പൊതുഗതാഗതം ഭാഗികമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞായറാഴ്ച അങ്ങനെയല്ല. ഒരു സാധാരണ ദിവസം പോലെയാണ് ഈ ഒരു ഞായറാഴ്ച മാത്രമുള്ളത്. തുടർന്നുള്ള ഞായറാഴ്ചകളിൽ വാരാന്ത്യ ലോക്ക്ഡൌൺ തന്നെ ആയിരിക്കും. ഈ ഒരു പെരുന്നാൾ പ്രമാണിച്ച് മാത്രമാണ് ഈ ഒരു ഞായറാഴ്ച, അതായത് 18-ാം തീയതി ഞായറാഴ്ച മാത്രം ഒരു ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 19, 20 ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് ഇപ്പോൾ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ.